ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ സ്പെഷ്യലായിട്ട് ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആയിട്ട് ഇത്. അപ്പം എല്ലാവരും ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ സിമ്പിളായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ കറിയാണ് ഫസ്റ്റ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നല്ല കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കഴിഞ്ഞിട്ട് പിന്നെ 1 സ്പൂൺ മുളക് പൊടി, പിന്നെ അതിന് ആവശ്യത്തിന് ചിക്കൻ മസാലപ്പൊടി. ചിക്കൻ മസാല ഞാൻ ഈസ്റ്റേണിൻ്റെ ആട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കൈയൊക്കെ വെച്ചിട്ട് നല്ലതായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ. സ്പൂണൊന്ന് വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇടണമെങ്കിൽ ഇടാം. പിന്നെ ചിലർ ലെമണൊക്കെ ഒഴിക്കുന്നുണ്ട്, അതൊക്കെ വേണമെങ്കിൽ ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതേണ്ട നമ്മൾ പെരട്ടി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നോട്ടെ. അപ്പോൾ ആ സമയത്ത് നമുക്കിന്നത് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ബിരിയാണിയുടെ ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും ചിക്കൻ നല്ല വറുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിൽ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാവേ. ഇപ്പം നമ്മൾ അത്യാവശ്യം എണ്ണ ഒഴിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു കുറച്ചേറെ കഷ്ണങ്ങൾ അങ്ങനെ വെച്ച് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഡീപ്പായിട്ടുള്ള ഒരു ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ചിലവർ ഷാലോ ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡീപ്പായിട്ടുള്ള ഫ്രൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരുപാട് ചിക്കൻ അതിലേക്ക് പെറുക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വറക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് മാക്സിമം ഇങ്ങനെ നമുക്ക് നിരത്തി വെക്കാൻ പറ്റുന്ന ആ ഒരു പാകം ഉണ്ടല്ലോ, ആ അത്രയും മാത്രം ചിക്കൻ നമ്മൾ വിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതേണ്ട നമുക്കിനി ഇത് വറന്ന് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ കണ്ടോ നല്ല രസമൊക്കെ ഉണ്ടല്ലേ കാണാനായിട്ട്, അത് വറുത്ത് വരുന്നൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു വശം ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്തെ വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്ത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സവോളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു വശം ആയപ്പോഴേക്കും ഞാൻ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ, എന്നാലേ ഉള്ളൂ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലത്തെ ഒരു മൂപ്പ് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് പാത്രത്തിലേക്ക് കോരി എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി ഇനി വറക്കാനുള്ളതും കൂടെ ഇട്ടിട്ട് ഞാൻ വറുത്ത് സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അത് കണ്ടോ, ഞാനിങ്ങനെ കുടയുമ്പോഴൊരു സൗണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൗണ്ട് വരുന്ന വരെ ഒന്ന് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എനിക്ക് ഇത്രയും ഇതായിട്ട് വരുന്ന കേട്ടോ ഇഷ്ടം. ഇനിയിപ്പം ഇത്രയും ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി വേവ് കൂടിയിട്ട് വേവ് ഇത്രയും ആവുന്നതിന് മുമ്പ് തന്നെ എടുക്കാം. ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു 4-5 സവാള എടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല ഗ്രേവി വേണം. പിന്നെ ഒരു 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ 2 തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ എണ്ണയുണ്ടല്ലോ, ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള സംഭവമൊക്കെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കടുക് ഞാൻ ഒരു 2 സ്പൂണൊക്കെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇതായി വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ കറിവേപ്പിലയും സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴരുന്ന വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഈ ചിലവരിങ്ങനെ നമ്മൾ മൂടി അടച്ച് വെച്ചിട്ട് വേവിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുന്നതിലേക്കും കുറച്ചുകൂടെ എളുപ്പം നമ്മൾ തുറന്ന് വെക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് വെള്ളം ഇങ്ങനെ അതിൽ നിന്ന് ഇറങ്ങത്തില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് വഴരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അത്യാവശ്യം വഴന്ന് വരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ കുഴഞ്ഞ് വരുന്ന പരിവാകുമ്പോഴത്തേക്കും ഈ പരിവാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാനുള്ള സമയമാകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് നന്നായിട്ട് കുഴഞ്ഞ് വരും. അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ ഒരു പാകത്തിന് വന്നു കഴിയുമ്പോൾ കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചിക്കനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മസാലയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് 1 സ്പൂൺ നമ്മൾക്ക് എരിവുള്ള മുളക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ ഇതാണ് എരിവുള്ള മുളക് പൊടി. അത് ഞാൻ 1 സ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് കാശ്മീരി ചില്ലി. അപ്പോൾ കാശ്മീരി ചില്ലി ഇടുമ്പോൾ കുറച്ചുകൂടെ കളറായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ കൂടുതൽ തോന്നും. അപ്പോൾ 2 സ്പൂണാണ് ഞാനിതിലേക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കളർ മാത്രമേ കാണത്തുള്ളൂ, ഒരുപാട് എരിവൊന്നും അങ്ങനെ കാണത്തില്ല. അപ്പോൾ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്
ചിക്കൻ മസാല ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ അങ്ങനെ പെരിഞ്ചീരകം അങ്ങനത്തെ സംഭവം ഇടുന്നത് കുറവാണ്. ഞാൻ കൂടുതലും ഈ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 സ്പൂൺ ചിക്കൻ മസാല ആട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 3 സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഒരു അര സ്പൂൺ മതിയായിരിക്കും മല്ലിപ്പൊടി, കാരണം ഇത്രയും മസാല ഉണ്ടല്ലോ. അപ്പോൾ അതേ അര സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാവേ. അപ്പം നമ്മുടെ തീ ഇച്ചിരി കുറച്ച് വെച്ചിട്ട് ഫ്ലെയിം ഇച്ചിരി ലോയിലാക്കിയിട്ട് വേണം നമ്മൾ ഇത്രയും മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാലയൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ മസാലയൊക്കെ വേണ്ട അതിൻ്റെ അകത്ത് നിന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പം ഞാൻ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരയാൻ വേണ്ടിയിട്ടുള്ള മാത്രം വെള്ളം ഞാൻ അരച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാട്ടോ ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് എണ്ണ തെളിയുന്ന വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ മസാല നന്നായിട്ട് തന്നെ കുഴഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം, ഏലക്ക, കറുവാപ്പട്ടയും കൂടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം, ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, നമ്മൾ അത് മാത്രം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ നമ്മുടെ ചിക്കൻ മസാലപ്പൊടി ഇടാൻ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി, മുളക് പൊടിയും അതിന് പകരം ഈ ഗരം മസാല ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ വെക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടാട്ടോ ഞാനിങ്ങനെ വെക്കുന്നത്. അപ്പോൾ അതേ കണ്ടോ, ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് പോരുന്ന ഒരു പരിവാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മൾ ഈ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ കറി പെട്ടെന്ന് തന്നെ കേടായി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചൂടുവെള്ളം തന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ ആ ഒരു മസാല നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ പാകമാകുമ്പോഴേക്കും നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിക്കുമ്പോഴേക്കും ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യമേ 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് ആ ഒരു നമ്മളെ തിക്കായിട്ടുള്ള ഗ്രേവിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാവേ. അപ്പോൾ ഈ ഒരു പരിമം വന്നുണ്ടോ. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഇപ്പോൾ ഒരു ചെറുതായിട്ട് ലൂസായിട്ടുള്ളൊരു ഗ്രേവി പോലെയാണ് നമുക്ക് വന്നത്. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഇപ്പോൾ ടോട്ടൽ ഞാൻ 2 ഗ്ലാസ് വെള്ളമാട്ടോ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് ലൂസായിട്ടുള്ളൊരു ഗ്രേവി പോലെ ആക്കിയെടുക്കാവേ. അപ്പോൾ അത് കണ്ടോ, ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോഴാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് പെറുക്കിയിട്ട് കൊടുത്തിട്ട് ഈ മസാലയും നമ്മുടെ ഈ ചിക്കനുമായിട്ട് നമുക്കിതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ചിലവരിങ്ങനെ ചിക്കൻ പെരട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഗ്രേവി ഇല്ലാതെ നമുക്ക് കഴിക്കണമെങ്കിലും അങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഈ ഒരുപാട് വെള്ളമില്ലാതെ നമ്മൾ ഈ ഒരു ഗ്രേവി കഴിക്കുമ്പോഴും നല്ല അടിപൊളിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി വെള്ളമൊക്കെ ആക്കി ഇച്ചിരി കൂടെ ഗ്രേവി ആയിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കിത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു ഭയങ്കര ഒരു യമ്മി ഫീൽ തോന്നുവാണ്. അപ്പം നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഗ്രേവിയും നമ്മുടെ ആ ചിക്കൻ്റെ ചിക്കനൊക്കെ നല്ല ഹാർഡായിട്ടിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രേവിയുടെ ആ ഒരു വെള്ളം കൊണ്ട് ഇതൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു മസാല എല്ലാം ഇറങ്ങും. അപ്പോൾ നല്ല അടിപൊളിയാട്ടോ. ഇതിന് നമുക്കിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കുറേ നേരം കൂടി ഇട്ടിട്ട് നമുക്കിങ്ങനെ ഉലർത്ത് പോലെ ആക്കി എടുക്കുകയും ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നമുക്ക് വെള്ളം ഒഴിക്കും. ഇഷ്ടമുള്ള കാരണം ഒരുപാട് വെള്ളം ഒഴിക്കാത്ത ആ ഒരു തിക്നെസ്സിൽ കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഇതിന് നന്നായിട്ട് നമുക്ക് ആ ഒരു മസാലയും നമ്മുടെ ആ ചിക്കൻ്റെ ഫ്രൈയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഈ മസാലയൊക്കെ ഇതിൻ്റെ പിടിച്ച് വരുന്ന വരെ നമുക്കിങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇച്ചിരി ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേണ്ട മസാലയൊക്കെ നമ്മുടെ ആ ചിക്കനും ആ ഗ്രേവി എല്ലാം കൂടി ഇതിൻ്റെ കൂടെ മിക്സായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക്
അപ്പം ഇനി നമുക്കിതിൻ്റെ ഗ്രേവി എല്ലാം ഇതിൽ പിടിച്ച് ഇപ്പം നല്ല അടിപൊളി പാകത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിനക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയത് കേട്ടോ, ഞാൻ മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ ആ ഒരു ചിക്കൻ ബിരിയാണിക്കുള്ള നമ്മുടെ ഈ ചിക്കൻ കറിയാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഏതാണ്ട് ഇങ്ങനെ ബിരിയാണിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതിന് വേണ്ടി ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റൈസിന് ആദ്യമേ നമുക്ക് വെജിറ്റബിൾസ് അരിയണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീൻസ് അരിയുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. അപ്പോൾ അതേ ഞാൻ ആദ്യമേ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ അരിഞ്ഞ് കാണിക്കാം. അപ്പോൾ അതേ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് അരിയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാരറ്റ് അരിഞ്ഞെടുക്കാവേ. അപ്പോൾ ക്യാരറ്റ് നമ്മൾ നീളത്തിൽ തന്നെ അരിയണം. അപ്പോൾ നമ്മളൊരു ക്യാരറ്റ് എടുത്തിട്ട് തന്നെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് ഇങ്ങനെ ഹാഫ് ആക്കിയിട്ട് നമുക്കിങ്ങനെ ചെറുതായിട്ട് അരിയുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാനും പറ്റും, നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ അരിയാൻ നോക്കുക കേട്ടോ. ചിലവരൊക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തൊക്കെ ഇടും, പക്ഷെ അതിലും കുറച്ചുകൂടെ നല്ലത് ഇതായിരിക്കും കേട്ടോ. നമുക്ക് നല്ല നമ്മൾ ഈ മെഴുക്കുവരട്ടിക്കൊക്കെ അരിയുന്ന പോലെ നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാരറ്റും ഇതേപോലെ അരിഞ്ഞെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ 2 വെജിറ്റബിൾസ് നമ്മൾ നന്നായിട്ട് അരിഞ്ഞ് നല്ല റെഡി ആക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ. അപ്പം ദേ നമ്മുടെ വെജിറ്റബിൾസ് റെഡി ആയിട്ട് ഇനി നമുക്ക് സ്പൈസസ് എടുക്കാം. ഇപ്പോൾ കറുവാപ്പട്ട 3-4 ഏലക്ക ഗ്രാമ്പു ആട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ അരി ഒന്ന് കഴുകിയിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കാഷ്യൂവും കിസ്മിസും ഇതിലും കൂടെ സവാളയും കൂടെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അരി ഞാൻ ഓൾറെഡി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ കാണിച്ച സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ അത് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ അതെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ഇതൊന്ന് വഴരുന്ന വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. നമ്മൾ നേരത്തെ നമ്മുടെ അരിക്കുള്ള ഉപ്പ് മാത്രമേ ഉള്ളൂ, നമ്മൾ ഉപ്പിട്ടാണ് അരി വെന്തെടുക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ കാണിച്ച സ്പൈസസും കൂടെ ഇട്ട് അത് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആ ഒരു കറുവാപ്പട്ടയും പിന്നെ ആ കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് ഏലക്കായും അങ്ങോട്ട് ഗരം മസാല പോലെ ജസ്റ്റ് ഒന്ന് ചതച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതേ നമ്മൾ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് വഴരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വെജിറ്റബിൾസ് വേവണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ആ വാരി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലായിരുന്നു വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അതിൽ നിന്ന് നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിലേക്ക് നമ്മുടെ അരി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾസും നമ്മുടെ ആ ഒരു അരി എല്ലാം കൂടെ ഇതിലേക്ക് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം ഇവിടെ എടുത്തിരിക്കുന്ന അരി ഇന്ത്യ ഗേറ്റിൻ്റെ അരിയല്ല കേട്ടോ. ഇന്ത്യ ഗേറ്റിൻ്റെ അരിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു നന്നായിട്ടിങ്ങനെ ഒന്നിൽ ഒട്ടാതെ കിടക്കും. ഇത് പക്ഷെ കുഴപ്പമില്ല, ഒന്ന് ജസ്റ്റ് ഇച്ചിരി വെന്തതായിട്ട് തോന്നുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വേവുന്ന സമയത്ത് ഒരു 1/4 ഭാഗം മാത്രം ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ ദം ചെയ്ത് കഴിയുമ്പോഴേക്കും ഓൾറെഡി ഇത് കുറച്ച് നേരം തീയിലിരിക്കുമ്പോഴും അത് പിന്നെയും വേകുമല്ലോ. അപ്പോൾ അതേ നമ്മൾ ഇവിടെ ചെറുതായിട്ടൊന്ന് ആവിയൊക്കെ ആയി വന്നപ്പോഴേക്കും ഞാൻ തന്നെ ഇതിലേക്ക് നമ്മളെ കാഷ്യൂം നട്ട്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോള, പിന്നെ നമുക്ക് പുതിനയില, മല്ലിയില ഇതൊക്കെ ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പം അതും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാവേ. അപ്പോൾ ആ ഒരു ആവിയൊക്കെ കയറി സെറ്റാവും. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കുന്ന ഒരു കലാപരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി എടുത്ത്, ബിരിയാണി എടുത്ത്, സലാഡുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്. അപ്പോൾ അതേ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലുണ്ടല്ലോ. അപ്പോൾ എന്നെപ്പോലെ നിങ്ങൾക്കും ഇങ്ങനെ സ്വന്തമായിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ദേ നമ്മൾ സലാസും ചിക്കനും അതുപോലെ തന്നെ സാലഡും പപ്പടവും ഒക്കെ എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ ആ ഒരു ബൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ട് കേട്ടോ. ഞാൻ എക്സ്പ്രഷനൊക്കെ ഇടാത്തതാണ്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നെപ്പോലെ ഇതുപോലെ തന്നെ സ്വന്തമായിട്ട് കുക്കൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ഞായറാഴ്ചത്തെ പരിപാടി ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.